ഈ അരവണക്കു പിന്നിലെ ഒരു കടം വീട്ടലിന്റെ കഥയുണ്ട്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് +2 പഠിക്കുന്ന കാലത്ത് മലക്ക് പോകുന്ന പ്രിയ സുഹൃത്തിനോട് വരുമ്പോ ഒരു അരവണ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെന്തോ അന്ന് അതിന് കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടേതായ തിരക്കുകളിലേക്ക് നീങ്ങി. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ വിളിക്കാനോ കണ്ടുമുട്ടലുകൾക്കോ എന്ന് കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ആലങ്കാരികമായി പോകും. അതിന് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. വർഷങ്ങൾക്കിപ്പുറം അതേ സുഹൃത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നെ വിളിക്കുകയുണ്ടായി. എവിടെയാണെന്ന ചോദ്യത്തിന് വീട്ടിലാണെന്ന മറുപടിയോടെ തന്നെ ഒന്ന് കാണണമെന്ന അവന്റെ മറുപടിയും വന്നു. നിമിഷങ്ങൾക്കകം അവൻ എൻ്റെ വീട്ടിലെത്തി. ക്ഷയിക്കാൻ്റെ തന്നു. സംസാരത്തിനിടയിൽ ഈ അരവണ പാത്രവും എനിക്ക് തന്നു. പിന്നാലെ തന്നെ +2 അരവണ കഥയും അവൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ഓർമ്മയിൽ എവിടെയും അതില്ല. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അത് ഓർത്തെടുത്ത് അവൻ എന്നെ തേടി വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. അവന്റെ ആ വരവ് അരവണയേക്കാൾ മധുരമുള്ളതായിരുന്നു. പ്രിയപ്പെട്ട ദിജിൻ രാജ്, നന്ദി. ജീവിതത്തിലെ ചില വീണ്ടെടുപ്പിന് അവസരമൊരുക്കിയതിന്, ചില തിരിച്ചറിവുകൾ നൽകിയതിന് നന്ദി. പ്രിയപ്പെട്ട ദിജിൻ രാജ്.